ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂരിൻ്റെ മാക്രിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം കുറച്ച് അരി എടുത്തിട്ട് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരത്തേക്ക് കുതിർത്ത് വയ്ക്കുക. സ്വന്തമായിട്ട് വയലൊക്കെ ഉള്ളവർ വീട്ടിൽ നിന്ന് തന്നെയുള്ള ഉണക്കലരിയാണ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പച്ചരി വാങ്ങാം. പക്ഷേ ഉണക്കലരിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. ഇനി മാക്രി എന്താ എന്ന് അറിയാത്തവരോട്, ചിലപ്പോൾ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെയൊക്കെ ഉണ്ടാവാം, പക്ഷെ അത് വേറെ പേരിലായിരിക്കാം അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്തായാലും കണ്ണൂരിലെ മാക്രി എന്ന് പറയുന്നത് പിറന്നാൾ ദിവസത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ്. അതെ, ഈ കുതിർത്ത് വെച്ച അരി നമ്മൾക്ക് മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. എൻ്റെ ഓർമ്മയിൽ ഒരു പിറന്നാൾ ദിനത്തിലെ കേക്ക് കട്ടിങ് എന്നൊക്കെ പറയുന്നത് കോളേജിലെത്തിയതിന് ശേഷമാണ്. കുഞ്ഞുനാളിലൊക്കെ വീട്ടിൽ നല്ല സദ്യയൊക്കെ ഒരുക്കി അമ്പലത്തിൽ പായസം കഴിപ്പിക്കും, വീട്ടിൽ പായസം വെക്കും, ഒപ്പം ഈ മാക്രി ഉണ്ടാവും. ഇനി അഥവാ ഈ മാക്രി ഉണ്ടായിരുന്നില്ലെങ്കിൽ അമ്മമ്മ പറയും, ഓ കുഞ്ഞിൻ്റെ പിറന്നാളായിട്ട് ഒരു മാക്രി ഉണ്ടാക്കിയിട്ടില്ല, എന്ത് ബസ് കേടാന്ന്. ഇങ്ങനെ ഒരു അമ്മമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ അരിക്കൂട്ട് അടുപ്പത്ത് ചൂടായിട്ടുള്ള ഒരു ഉരുളിയിലേക്ക് ഒഴിക്കുക. ഈ അരി അധികം മിനുസത്തിൽ അരക്കാൻ പാടില്ല, നേരത്തെ കാണിച്ച പോലെ തരി തരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. ഇത് ഉരുളിയിലൊന്നല്ല സാധാരണ ഉണ്ടാക്കാറ്, ചെമ്പ് കലത്തിലാണ്, വലിയ കലത്തിലാണ് ഉണ്ടാക്കാറ്. എൻ്റെ അടുത്ത് ചെമ്പ് കലം ഇല്ലാത്തതുകൊണ്ട് ഉരുളി എടുത്തുന്നേ ഉള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. അടിക്ക് പിടിക്കാതെ കട്ടയാവാതെ വേണം ഇളക്കേണ്ടത്. കാരണം നമ്മൾ ഇത് കൈയെടുക്കാതെ ഇളക്കണം, ഇല്ലെങ്കിൽ കട്ടയാവും. നമ്മൾ ഈ റാഗിയൊക്കെ കാച്ചുന്നത് പോലെ നമുക്കറിയാലോ. അപ്പോൾ അതുപോലെ നന്നായിട്ട് കുറുകുന്നത് വരെ അത് ഇളക്കുക. അത് ഇളക്കാൻ വേണ്ടി ഒരാളെ ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് തേങ്ങ ചിരവി എടുത്തിട്ട് ഈ തേങ്ങയിൽ ഇത്തിരി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എത്ര വയസ്സിലാണ് നിങ്ങൾ ആദ്യമായിട്ട് പിറന്നാളിന് കേക്ക് കട്ടിങ് നടത്തിയത്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാവോ? അതുപോലെ നിങ്ങളിൽ എത്ര പേര് ഇതുപോലത്തെ മാക്രി കഴിച്ചിട്ടുണ്ട്? അതും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി വേണ്ടത് ശർക്കരയാണ്, അതായത് വെല്ലം. ഞാൻ പൊടിയായിട്ടാണ് വാങ്ങിയത്, അതുകൊണ്ടാണ്. പക്ഷേ വെല്ലം അത് മുഴുങ്ങനെയുള്ള വെല്ലമാണെങ്കിൽ അത്രയും നല്ലത്. കാരണം എല്ലായിടത്തും നമ്മളെ നാട്ടിലെ പോലെ ചെറിയ വെല്ലം കിട്ടില്ല, വലിയ വെല്ലമായിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇങ്ങനത്തെ പൊടി വാങ്ങുന്നതല്ലേ ഓർത്തിട്ട് ഒരുപാട് പേര് ഇങ്ങനത്തെ പൊടി വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ പൊടിച്ച ശർക്കര ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. കുറേ സമയം ഇളക്കണം, കാരണം ആ ശർക്കര ആ അരി പൊടിയുടെ കൂടിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരണം. അതുപോലെ അടുപ്പത്ത് വെക്കുമ്പോൾ അരിപ്പൊടിയുടെ കൂടെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വെക്കണേ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പം തന്നെ ഉറച്ചിട്ട് വരും, കട്ടയാവും. അതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് അത് വേവുമ്പോഴാണ് നമ്മൾ ഇത് ചേർക്കുന്നത്. അപ്പോൾ ശർക്കര ഒഴിച്ചതിന് ശേഷം പിന്നെയും ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുഴുങ്ങനെയുള്ള ശർക്കരയാണ് ഇട്ടിരുന്നെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞ് കുറച്ച് കൂടി നന്നായി വന്നേനെ. അപ്പോൾ അതിന് ശേഷം നമുക്ക് തിരുമ്മി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാം. അതുപോലെ കഴിഞ്ഞ വീഡിയോയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു, അതൊക്കെ മാനിച്ച് ഞാൻ മ്യൂസിക്കൊക്കെ കുറച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ലൈറ്റ് കുറവോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. കാരണം ഞാൻ ജോലി സമയം കഴിഞ്ഞിട്ട് രാത്രിയാണ് മിക്കവാറും ഇത് ഉണ്ടാക്കാറ്, അപ്പോൾ കുറച്ച് വെളിച്ചക്കുറവൊക്കെ ഉണ്ടാവാം. പക്ഷെ ഞാനത് ഫ്യൂച്ചറിൽ എന്തായാലും കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സഹകരണം എപ്പോഴും ഉണ്ടാവണം. ഏകദേശം നമ്മുടെ മാക്രി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് എന്നെ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു നല്ല ഡിഷുമായി കാണുന്നത് വരെ ബൈ.